മരുന്നുകളുമായി ബന്ധപ്പെട്ട് UAE വിമാനത്താവളത്തിൽ പിടിക്കപ്പെടുന്നവരുടെ വാർത്തകൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇതിന്റെ പ്രധാന കാരണം മരുന്നുകളുമായി ബന്ധപ്പെട്ട UAE നിയമങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. എന്നാൽ UAE മരുന്നുകളുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിയമങ്ങളുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് UAE നിയന്ത്രിത മരുന്നുകൾ കൊണ്ടുവരുന്നതിന് ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയത്തിന്റെ അഥവാ മൊഹാപ്പിന്റെ മുൻകൂർ അനുമതി വേണം. നിയന്ത്രണമില്ലാത്ത മരുന്നുകൾ കൊണ്ടുവരുന്നതിന് തടസ്സങ്ങളില്ല. സൈക്കോട്രോപിക് നിയന്ത്രിത സെമി കൺട്രോൾ മരുന്നുകൾ കൊണ്ടുവരുന്നതിനാണ് അനുമതി നിർബന്ധമുള്ളത്. നിയന്ത്രിത മരുന്നുകൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ അവ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം UAE നർക്കോട്ടിക്, സൈക്കോട്രോപിക് ഉൾപ്പെടെയുള്ള മരുന്നുകൾക്ക് അംഗീകൃത ആരോഗ്യ വിദഗ്ധന്റെ കുറിപ്പടി ആവശ്യമാണ്. അതിനാലാണ് നിയന്ത്രിത മരുന്നുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിനും അനുമതി ഏർപ്പെടുത്തിയിട്ടുള്ളത്. മരുന്നുകൾ കൊണ്ടുവരുന്നതിന് നിയന്ത്രണം ഉണ്ടോ എന്ന് അറിയുന്നതിനും ആവശ്യമായ രേഖകൾക്കും സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. UAE ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതിക്കായി ഓൺലൈനിലൂടെ അപേക്ഷിക്കാവുന്നതാണ്. UAE പാസ് ഉപയോഗിച്ച് വെബ്സൈറ്റിലൂടെയാണ് അനുമതിക്കായിട്ട് അപേക്ഷിക്കേണ്ടത്. സേവനം തികച്ചും സൗജന്യമാണ്. അനുമതിക്ക് 2 മാസം വരെ കാലാവധി ഉണ്ടാകും. ഒരു അനുമതി ഒറ്റത്തവണ മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുക. ഓരോ തവണ UAE വരുമ്പോഴും നിയന്ത്രിത മരുന്നുകൾ കൊണ്ടുവരുന്നതിന് വീണ്ടും അനുമതി ലഭിക്കണം. ഔദ്യോഗിക അനുമതിയില്ലാതെ നിയന്ത്രിത മരുന്നുകളുമായി യാത്ര ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടികളുണ്ടാകും. 2021 ഫെഡറൽ നിയമം 30 10-11 ആർട്ടിക്കിൾ പ്രകാരം മയക്കുമരുന്ന്, സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ തുടങ്ങിയവ അനുവാദമില്ലാതെ ഇറക്കുമതി, കയറ്റുമതി, കൈമാറ്റം, ഉൽപാദനം, കൈവശം എന്നിവ ശിക്ഷാർഹമാണ്. നിയമലംഘകർക്ക് 1 ലക്ഷം മുതൽ 2 ലക്ഷം ദിർഹം വരെ പിഴയും 2 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവും ലഭിക്കാവുന്ന ശിക്ഷയാണിത്. പിടിച്ചെടുത്താൽ ഇവയുടെ എണ്ണം അനുസരിച്ച് പിഴ കൂടുകയും ചെയ്യും. അപ്പോൾ UAE മരുന്നുകൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ മരുന്നുകളെക്കുറിച്ചും UAE നിയമവും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ദുബായ് സഫാരി പാർക്കിന്റെ 6ാം സീസണിന് ഒക്ടോബർ 1 തുടക്കം കുറിക്കും. ദുബായ് മുനിസിപ്പാലിറ്റി അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. വിവിധ ഇനങ്ങളിൽപ്പെട്ട 3000-ലേറെ പക്ഷിമൃഗാദികളുടെ ആവാസ കേന്ദ്രമാണ് ദുബായ് സഫാരി പാർക്ക്. പുതിയ ഒട്ടേറെ മാറ്റങ്ങളോടെയാണ് ഇപ്രാവശ്യം സഫാരി പാർക്ക് തുറക്കാൻ തയ്യാറെടുക്കുന്നത്. പാർക്കിലെ കാഴ്ചകൾ ആസ്വദിക്കാൻ ഷട്ടിൽ ട്രെയിനുകൾ ഉൾപ്പെടെ നിരവധി മികച്ച സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വന്യജീവികളെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടാണ് ഒട്ടേറെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഇപ്രാവശ്യം ഒരുക്കിയിട്ടുള്ളത്. UAE ചൂട് കുറയുന്ന സമയത്താണ് സഫാരി പാർക്ക് തുറക്കുന്നത്. അപ്പോൾ എല്ലാവരും പോകാൻ തയ്യാറെടുക്കും.